Ladies and gentlemen, this is Adarsh and welcome to my comedy. So, ഒരു അണ്ടർ റേറ്റഡ് റോം കോം ഇപ്പൊ OTT വന്നിട്ടുണ്ട്. ഈ റോം കോം പൈത്യങ്ങളാണെങ്കിൽ യു ഷുഡ് ട്രൈ ദിസ്. സോ വൺ സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. കേരളത്തിന്റെ മൈക്കൽ ഫിലിപ്സ്, രണ്ടാമത്തെ വയസ്സിൽ ആമസോൺ നദി നീന്തിക്കിടന്ന വൺ ആൻഡ് ഓൺലി മഡോണ സെബാസ്റ്റ്യൻ. സോ ആളുടെ ക്യാരക്ടറിന്റെ പേര് ഭയങ്കര രസമുള്ള പേരാണ്, കൊക്കക്കോള സെബാസ്റ്റ്യൻ, നിക്കോള സെബാസ്റ്റ്യൻ. പിന്നെ നമ്മുടെ ദേവ്മോഹനെ എല്ലാവർക്കും അറിയൊന്നുമില്ല. സോ നമ്മുടെ സൂഫിയും സുജാത, അതേപോലെ തന്നെ ശാകുന്തളം 3D സമന്തയുടെ ഒരു പടം ഉണ്ടായിരുന്നില്ലേ, അത് ഇറങ്ങിയപ്പോ തന്നെ വൻ ബോംബായിരുന്നു. പിന്നെ ഈ ഇടയ്ക്ക് ആളുടെ ഒരു പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളി, കുത്തുംപുള്ളി, കാക്കാപ്പുള്ളി, അതൊന്നല്ല, ദിസ് ഈസ് ജയിൽ പുള്ളി. പിന്നെ നമ്മുടെ ലാവണ്യ ത്രിപാഠി, ഇവരൊക്കെ അഭിനയിച്ച പടമാണ് സതി ലീലാവതി. ആൻഡ് ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റിലും അവൈലബിൾ ആണ് തോന്നുന്നു. സോ ഈ സിനിമയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് അവിഹിതവും പരിപാടിയൊക്കെ പറഞ്ഞു പോണ പടമാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇത് അണ്ടർ റേറ്റഡ് പറഞ്ഞ എന്താ, ഒരു സിനിമ ഡിസേർവ് ചെയ്യുന്ന അപ്രീസിയേഷൻ അതിന് കിട്ടിയിട്ടില്ല. ദിസ് ഡിസേർവ്സ് a lot of appreciation. എന്നാൽ അതല്ല, അണ്ടർ സ്പേസ് റേറ്റഡ്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അണ്ടർ സ്പേസ് റേറ്റഡ്, ലോവർ റേറ്റഡ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പടം. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, ശരിക്കും കേൾക്കണം. അയ്യോ, ഒരു അപരാധം പിടിച്ച പടം. ഇതില് നമ്മുടെ ദേവമോഹന്റെ പണ്ടാട്ടിയാണ് നമ്മുടെ ലാവണ്യ ത്രിപാഠി, ലോകേഷ് കനകരാജൻ, വൺ ഫേമസ് ഡയറക്ടറാണ് ഈ പടത്തില്. സോ ആള് സിനിമ ഡിറക്ട് ചെയ്ത് ഭർത്താവിന്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ആൾക്ക് പറ്റുന്നില്ല. അപ്പൊ അണ്ണൻ എന്ത് ചെയ്തു, അണ്ണൻ നേരെ അവിഹിതത്തിന് പോയി. അണ്ണൻ ഒരു സൈക്കോളജിസ്റ്റിനെ കാണാൻ പോയി. അപ്പൊ നമ്മൾ വിചാരിക്കും സൈക്കോളജിസ്റ്റിനെ സെറ്റാക്കി, ഒരിക്കലുമില്ല, അവിടുത്തെ നേഴ്സായ മഡോണ സെബാസ്റ്റ്യനെ സെറ്റാക്കി. പിന്നെ നടക്കുന്ന പരിപാടിയൊക്കെയാണ് ഈ സിനിമ പറഞ്ഞു പോകുന്നത്. മലയാളത്തിൽ ഇതേപോലൊരു പടമുണ്ട്, ആകാശവാണി എന്ന, അതാണ് പേര് തോന്നുന്നു. ഈ വിജയ് ബാബു, കാവ്യ മാധവനൊക്കെ അഭിനയിച്ച പടം, ആകാശും വാണിയും. അതിന്റെ ഒരു സെയിം പരിപാടിയാണ് ഈ പടത്തിലുള്ളത്. കുറെ സീൻസ് വരെ ഡിറ്റോ ആണ്. അതില് സ്വന്തം ഭർത്താവിനെ കെട്ടിയിട്ടിട്ട് ഉണ്ണിയപ്പം നിനക്ക് ഇഷ്ടമല്ലേ, ഉണ്ണിയപ്പം ഉണ്ടാക്കി തരട്ടെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ ഇതില് മുളക് ബജ്ജിയാണ്. അങ്ങനത്തെ കുറച്ച് വ്യത്യാസമുണ്ട്. ഫസ്റ്റ് ഒക്കെ നൈസ് ആയിരുന്നു. അതായത് സ്വന്തം കെട്ടിയോനെ കെട്ടിയിട്ടിട്ട് നാലെണ്ണം പൊട്ടിക്കുക, അങ്ങനെ നിന്നെ എനിക്ക് ഇഷ്ടമാണ്, അവർ തമ്മിലുള്ള മറ്റേ ടോം ആൻഡ് ജെറി വൈബ്, ദാറ്റ് വാസ് നൈസ്. പക്ഷെ ഒരു പടം ഫുള്ള് ഇതെന്നെ കാണിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറുക്കും, അത് മനസ്സിലാക്കാൻ. ഇത് ഓവർ ദ ടോപ്പ് ആണ് പടം, ഓവർ ദ ടോപ്പ് പരിപാടിയാണ് ത്രൂ ഔട്ട് ദ സിനിമ. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. അയ്യോ, അതിന്റെ ഇടയ്ക്ക് കുറെ അപരാധം പിടിച്ച ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. മറ്റെന്താണ്, VTV ഗണേശ, അൺസഹിക്കബിൾ. സ്വന്തം ഭാര്യയുടെ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി ഓടാനാണ് നോക്കുക, അണ്ണൻ തുണി പാക്ക് ചെയ്യാനാണ് നോക്കുക. പിന്നെയും കെട്ടിയിടല്, ബാത്റൂമിൽ കെട്ടിയിടല്, ലാവണ്യ ത്രിപാഠിയെ കെട്ടിയിടല്, മഡോണയെ കെട്ടിയിടല്, എല്ലാവരും കെട്ടിയിടാൻ വേണ്ടി നടക്കുന്ന ഒരു പടം. സോ ഈ സിനിമയിൽ ത്രൂ ഔട്ട് തന്നെയാണ്. മഡോണയെ കാണുമ്പോൾ ലാവണ്യ ത്രിപാഠി പറയും, അയ്യോ അളക്, എന്ന അളക്, ഉയരുങ്കളത് ദേവി, അങ്ങനത്തെ കുറെ ഡയലോഗ് അടിക്കും. എന്നാൽ ലാവണ്യ ത്രിപാഠിയെ കാണുമ്പോൾ വേറെ ഒരുത്തം വന്നിട്ട് ഇതേ ഡയലോഗ് അടിക്കും. അയ്യോ, അൺസഹിക്കബിൾ ആണ്. ആദ്യമൊക്കെ ഇറ്റ് വാസ് നൈസ്, ലേറ്റർ ഓൺ ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള ഒരു പടം തോന്നി. എങ്ങനെയെങ്കിലും ഇതൊന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതി. ഭയങ്കര പ്രഡിക്റ്റബിൾ ആണ്. അവസാനം എന്തുണ്ടാവും എന്തുണ്ടാവില്ല അതൊക്കെ ഈ ചേക്കിലെ കൊച്ചു പിള്ളേർക്ക് വരെ പ്രഡിക്റ്റ് ചെയ്യാം. അൺസഹിക്കബിൾ പടം. അതിന്റെ ഇടയ്ക്ക് ഒരു ലോഡ് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. ഒരു കള്ളം വരുന്നുണ്ട്, മറ്റേ മൊട്ട രാജേന്ദ്രൻ വരുന്നുണ്ട്. മൊട്ട രാജേന്ദ്രൻ മറ്റേ ട്യൂബ് ലൈറ്റ് ആണ്, എന്നാൽ ട്യൂബ് ലൈറ്റ് ചെവിക്കാണ്. നമ്മളിപ്പോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് അണ്ണന് കേൾക്കൂ. അത് 1-2 സീനിലൊക്കെ കാണിക്കുമ്പോൾ രസമായിട്ട് തോന്നും. വീണ്ടും കാണിക്കുമ്പോൾ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് തോന്നുന്നത്. എനിക്കറിയില്ല, ദേവ്മോഹന്, സൂഫിയും സുജാതയൊക്കെ അടിപൊളി പടം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സിനിമ. ഇപ്പൊ ഇജാതി അപരാധങ്ങളൊക്കെ എവിടുന്ന് കിട്ടണു, ഐ ഡോണ്ട് റിയലി നോ. ആൻഡ് മഡോണയ്ക്കൊന്നും ഈ സിനിമയിൽ അഭിനയിക്കേണ്ട ആവശ്യമില്ല. സിനിമയുടെ പേര് സതി ലീലാവതി. ഒന്നെങ്കിൽ സതി എന്ന് സിനിമയ്ക്ക് പേരിടുക, ലീലാവതി അല്ലെങ്കിൽ പേരിടുക. എന്തോന്നു സതി ലീലാവതി. ഈ കോച്ചിന്റെ അച്ഛനായിട്ട് അഭിനയിച്ച ആള് വെറുപ്പിക്കലാണ്, ദേവ്മോഹൻ വെറുപ്പിക്കലാണ്, മഡോണ വെറുപ്പിക്കലാണ്, ലാവണ്യ ത്രിപാഠി വെറുപ്പിക്കലാണ്. ഒന്നാമത് ഈ സിനിമയെ പറ്റി സംസാരിക്കേണ്ട ആവശ്യമില്ല. സ്റ്റിൽ റോം കോം ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കണ്ടു നോക്കാവുന്ന ഒരു പടം. എനിക്ക് ഒട്ടും വർക്ക് ആയിട്ടില്ല. ബട്ട് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒപ്പീനിയൻസ് ആൻഡ് പെർസ്പെക്ടീവ്സ്. ചിലവർക്ക് ഇത് വൻ പടമായിട്ടൊക്കെ തോന്നും. സോ വേണ്ടവര് കണ്ടു നോക്കുക. ദിസ് മൂവി സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ, സൺ നെക്സ്റ്റ്, ഈവൻ ആമസോൺ പ്രൈമിൽ അവൈലബിൾ ആകുന്നു. ട്രൈ ഇറ്റ് ഔട്ട്. സിനിമയുടെ പേര് സതി ലീലാവതി.